അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ വീടിന് സമീപസ്ഥരായി താമസിക്കുന്നവരും ജോലിയിലോ യാത്രയിലോ സാമീപ്യം കൊണ്ട് കൂടുതൽ സമ്പർക്കം പുലർത്തേണ്ടവരുമാണ് അയൽക്കാർ. അയൽവാസിയുമായി സുദൃഢമായ ബന്ധം നിലനിർത്താൻ ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. കുടുംബബന്ധവും മുസ്ലിമുമായ അയൽവാസിയോട് 3 കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അയൽപക്കത്തിൻ്റെയും ബന്ധുത്വത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും പേരിലുള്ള കടമയാണത്. കുടുംബപരമായ ബന്ധമൊന്നുമില്ലെങ്കിൽ ഇസ്ലാമിൻ്റെയും അയൽപക്കത്തിൻ്റെയും കടമകൾ നിർവഹിക്കേണ്ടതായുണ്ട്. മുസ്ലിമല്ലാത്ത അകന്നവനാണെങ്കിൽ അയൽവാസിയോടുള്ള കടമകൾ നിർവഹിക്കാൻ നിർബന്ധമാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വത്തിൽ അയൽവാസികൾക്ക് അനന്തരാവകാശം നൽകുവാൻ നിർദ്ദേശിക്കുമോ എന്ന് ഞാൻ വിചാരിക്കുവോളം അയൽവാസിക്ക് നന്മ ചെയ്യാൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ. തൻ്റെ അയൽവാസിക്ക് തന്നിൽ നിന്ന് ദോഷകരമായ യാതൊന്നും സംഭവിക്കുകയില്ലെന്ന ഉറപ്പോടെ നിർഭയനായി ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. അയൽവാസികളുമായുള്ള ബന്ധം അത്രമേൽ സൗഹൃദപൂർണവും ഹൃദ്യവുമാവുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് അവരോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിന് അവകാശിയായി തീരാൻ കഴിയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, ഒരു സ്ത്രീയെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? അവൾ കൂടുതലായി നിസ്കരിക്കുകയും ധർമ്മം ചെയ്യുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യും, എങ്കിലും അവളുടെ അയൽവാസിയെ നാവുകൊണ്ട് ഉപദ്രവിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൾ നരകാഗ്നിയിലാണ്. അവർ വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, മറ്റൊരു സ്ത്രീയെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? അവൾ കൂടുതലായി നിസ്കരിക്കുകയോ നോമ്പനുഷ്ഠിക്കുകയോ ഒന്നും ചെയ്യാറില്ല, തുച്ഛമായത് മാത്രമാണ് ധർമ്മം ചെയ്യുന്നത്, എന്നാൽ അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കാറില്ല. നബി തങ്ങൾ പറഞ്ഞു, അവൾ സ്വർഗത്തിലാണ്. അയൽവാസി ദരിദ്രനാണെങ്കിൽ അയാളുടെ ദാരിദ്ര്യം അകറ്റുകയും വിശപ്പിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. കറി പാകം ചെയ്യുകയാണെങ്കിൽ അതിൽ വെള്ളം ചേർത്ത് അധികമാക്കിയെങ്കിലും അയൽവാസിയെ പരിഗണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അയൽവാസിക്ക് പാരിതോഷികങ്ങൾ നൽകുന്നതും നന്മയിൽപ്പെട്ടതാണ്. അത് സ്നേഹം വർദ്ധിപ്പിക്കുകയും അകൽച്ച ഇല്ലാതാക്കുകയും ചെയ്യും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയോട് ചോദിച്ചു, അയൽവാസിയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? നബി തങ്ങൾ പറഞ്ഞു, നിന്നോട് അവൻ കടം ചോദിച്ചാൽ നീ അവന് കടം നൽകുക, സഹായം ചോദിച്ചാൽ നീ അവനെ സഹായിക്കുക, അവന് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ നീ അത് നിർവഹിച്ചു കൊടുക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? എന്നാൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം സിദ്ധിച്ച കുറച്ച് വ്യക്തികൾ മാത്രമേ അയൽവാസിയോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നുള്ളൂ. നാം ഒരു വീടോ ഭൂമിയോ വിൽക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ നമ്മുടെ അയൽവാസിക്ക് താല്പര്യമുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. മറ്റുള്ളവർ പറയുന്ന വിലയേക്കാൾ കുറഞ്ഞ വില അയൽവാസി പറയുകയാണെങ്കിൽ പോലും ആ വസ്തു അയൽവാസിക്ക് വിൽക്കണം. ഈ അവകാശത്തിന് ശുഫഅത്തിൻ്റെ അവകാശം എന്നറിയപ്പെടുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലവനും തൻ്റെ ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിച്ചാൽ തൻ്റെ അയൽവാസിയുടെ മുമ്പിൽ അവനത് ആദ്യം അവതരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയൽവാസികളോടുള്ള കടമകൾ പൂർണ്ണമായി നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.